സിനിമയെ സാർത്ഥകമാക്കുന്ന ക്യാമറയുടെ വകഭേദങ്ങളും പ്രവൃത്തിഭേദങ്ങളും അടുത്തറിയുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച. ആ യാത്ര ഈ ആഴ്ചയും തുടരുന്നു. തെന്നിന്ത്യൻ ചലച്ചിത്ര മേഖലയ്ക്ക് മറക്കാനാവാത്തൊരു സ്ഥാപനമാണ് ചെന്നൈയിലെ ആനന്ദ് സിനി സർവീസ്. ഇന്ത്യൻ സിനിമയെ ലോക ചലച്ചിത്ര നിർമ്മാണ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ ഇവരുടെ നിസ്തുല സേവനം എടുത്തു പറയേണ്ടതാണ്. വിപണിയിലിറങ്ങുന്ന ഏറ്റവും പുതിയ ക്യാമറകളെ നമ്മുടെ ചലച്ചിത്ര സെറ്റുകളിൽ അണിനിരത്താൻ ഇവർ ശ്രദ്ധിക്കുന്നു. ഇത് ആരി 3 എന്ന് പറയുന്ന ക്യാമറയാണ്. നമ്മൾ നേരത്തെ കണ്ട 2Cക്ക് ശേഷം വന്ന ക്യാമറയാണിത്. ഇതിൻ്റെ പ്രത്യേകത നേരത്തെ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ ഇതിൽ അഡ്വാൻറ്റേജ് ആയിട്ട് ആ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഇത് വന്ന കാലത്ത് പറഞ്ഞു കേട്ടിരുന്നത് ഈ വ്യൂ ഫൈൻഡറാണ്. വ്യൂ ഫൈൻഡർ ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റേ 2C ക്യാമറയിൽ വ്യൂ ഫൈൻഡർ ഇങ്ങനെയാണ് ഉണ്ടാവുക, ഈ പൊസിഷനിലേ ഇരിക്കുള്ളൂ. ഇത് അനക്കാനേ പറ്റില്ല. ക്യാമറാമാൻ ഇതിൻ്റെ പൊസിഷനിലേക്ക് ഇങ്ങനെ വരണം. പക്ഷേ ഈ ക്യാമറ വന്നപ്പോൾ ഇങ്ങനെ നിന്നിട്ട് ഈ ലെവലിലാണ് ക്യാമറയെങ്കിലും ഇങ്ങനെ നോക്കാം. ഇത് നിങ്ങൾക്ക് തോന്നും ഇതൊരു വലിയ കണ്ടുപിടുത്തമാണെന്ന്, പക്ഷേ ഇതൊരു ഭയങ്കര കണ്ടുപിടുത്തമാണ്. കാരണം ഷോട്ടുകളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയ ഒരു കണ്ടെത്തലായിരുന്നു ഈ വ്യൂ ഫൈൻഡറിൻ്റെ ഈ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഈ മൂവബിലിറ്റി എന്ന് പറയുന്നത് ഷോട്ടുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ക്യാമറ ഫുൾ അഴിച്ചിട്ട് തറയിൽ ഈ ഗ്രൗണ്ട് ലെവലിൽ വെച്ചിട്ട് ക്യാമറമാന് സ്റ്റൂളിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇത് കൂടെ നോക്കാം. അപ്പം ഒരു ഗ്രൗണ്ട് ലെവൽ ഷോട്ട് കിട്ടാൻ അത്ര എളുപ്പമാണ്. അതേസമയം മറ്റേ 2Cയിലായിരുന്നെങ്കിൽ തറ കുഴിക്കണം. തറ കുഴിച്ചിട്ട് ക്യാമറാമാൻ കുഴിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് വേണം തറയുടെ ലെവലിലുള്ള ഒരു ഷോട്ട് എടുക്കണം. അപ്പോൾ എത്രയോ സമയം ചിലവാണ്, എത്രയോ ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാ സ്ഥലത്തും കുഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ക്യാമറ വന്നപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം ഇതാണ്. പല അഡ്വാൻറ്റേജസും ഉണ്ട്. അതിൻ്റെ റണ്ണിങ് നോയ്സ് ആരി 3-ലാകുമ്പോഴത്തേക്ക് കുറേ കൂടി സൗണ്ട് കുറവാണ്. പിന്നെ അതിന് മറ്റ് ക്യാമറയെക്കാളും ഇതിന് ഹൈ സ്പീഡ് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ 100 ഫ്രെയിംസ് വരെ നമുക്ക് സ്പീഡ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാം. ഇലക്ട്രോണിക് കൺട്രോൾസ് തന്നെ അതിൻ്റെ മോട്ടർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം അതിൻ്റെ കുറച്ചുകൂടെ 2C അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ കുറേ ഇലക്ട്രോണിക്സ് കൂടുതലാണ്. കണ്ടോ അതിൻ്റെ ഓപ്പറേഷൻ്റെ പ്രത്യേകത കണ്ടോ? ക്യാമറ ഇപ്പോൾ ഫുൾ ടിൽറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഐപീസ് ഇവിടെ തന്നെയാണ്. ഞാൻ ക്യാമറാമാൻ അനങ്ങുന്നില്ല. ക്യാമറ ഫുൾ താഴേക്ക് പോയി, പക്ഷേ ക്യാമറാമാൻ നിൽക്കുന്ന പൊസിഷനിൽ മാറ്റമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ്. മറ്റേ 2Cയിലും മിച്ചൽ ക്യാമറയിലും നിന്നും പെട്ടെന്നുള്ള ഒരു വലിയ ജമ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു വലിയ കണ്ടെത്തലായിരുന്നു. ക്യാമറാമാൻമാർ അന്ന് ഈ ക്യാമറ കിട്ടിയില്ലെങ്കിൽ വഴക്കൊക്കെ കൂടും. ഇത് വേണം, ആരി 3 വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അത് ഈ ഓപ്പറേഷനിലുണ്ടായ വലിയൊരു സൗകര്യമാണ്. ആരി 3 ഞാൻ മലയാളത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് വടക്കൻ വീരഗാഥ സിനിമയിലാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആ സമയത്ത് മദ്രാസിൽ 1-2 ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പിന്നെ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് ആരി 3 ക്യാമറ. കാരണം സിനിമാസ്കോപ്പും ആരി 3യും ഉള്ളത് ക്യാമറാസ് വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ഞാനിത് ആരി 3 ആദ്യമായിട്ട് ആ സിനിമയ്ക്കാണ് കൂടുതൽ ഉപയോഗിച്ചത്. 2Cയിൽ വന്നിട്ട് 3 ലെൻസ് ഉള്ള മൗണ്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് സിംഗിൾ ലെൻസ് മൗണ്ടാണ്. ആരിയുടെ തന്നെ ഡിഫറെൻറ്റ് മൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ആരി മൗണ്ട് ഉണ്ട്, അതുകൂടാതെ തന്നെ PL മൗണ്ട് എന്നുണ്ട്. പിന്നെ ഇത് ഈ മൗണ്ട് ഓരോന്നും മാറുമ്പോഴത്തേക്ക് ഒരു ലെൻസ് ഒരു മൗണ്ടിലുള്ള ലെൻസ് ഇതിലേക്കും ഇടാൻ പറ്റില്ല. പിന്നെ ഈ പഴയ ലെൻസസ് വന്നിട്ട് 2Cയുടെ ലെൻസസ് ഇതിൽ ഇടാൻ പറ്റില്ല. இந்த கேமரா 82 அதாவது டீ படத்துக்கு போயிருக்கும்பொழுது மிஸ்டர் கே பால் രജനീകാന്തിൻ്റെ കെ ബാലേന്ദ്ര സാറിൻ്റെ അല്ല ബാലാജി സാർ തീ എന്ന് പറഞ്ഞ പടം 82-ൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ക്യാമറ ആദ്യമായിട്ട് വന്നത്. டீ படத்தில் ஃபஸ்ட்டு ஷாட் இந்த கண்ணாடியை உடச்சிக்கிட்டு இது 4 ஃப்ரேம்ஸ் டு 96 ஃப்ரேம்ஸ் 4 ஃப்ரேம்ஸ் டு 96 ஃப்ரேம்ஸ் இருக்கும். அந்த போகும்பொழுது அந்த 96 ஃப்ரேம்ஸில் அந்த பணமாக கொட்டும். அது ஷாட் எடுத்தோம்.
இன்றைக்கி இந்த கேமரா எனக்கு என் ஃபேமிலியை காப்பாற்றிக்கிட்டு இருக்கு. குழந்தை தான் அது, எனக்கு குழந்தை அது. അതാണ് ക്യാമറയുമായിട്ടുള്ള വൈകാരിക ബന്ധം. എത്രയോ വർഷങ്ങളായി എത്രയോ വലിയ ക്യാമറാമാൻമാർ ഉപയോഗിച്ച ക്യാമറയാണ്. 82 മുതൽ ഈ ക്യാമറയുടെ ഒപ്പം ഇദ്ദേഹമുണ്ട്. ഈ ക്യാമറ വെച്ച് എത്രയോ വലിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ വലിയ സംവിധായകർ ഈ വ്യൂ ഫൈൻഡറിലൂടെ നോക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടു 2C ക്യാമറ ഈ എങ്ങനെയാണ് അത് ഊരുക എന്നുള്ളത്. അത് ഫുൾ ആ യൂണിറ്റ് കൊണ്ട് ഊരി എടുക്കുകയായിരുന്നു. അതേസമയം ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഡോറ് പോലെ ഇതായി. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. ഇപ്പോൾ ഇതിനുള്ളിൽ ലോഡ് ചെയ്യുന്നു, സെയിം ഇതിനുള്ളിലേക്ക് ഫിലിം വരുന്നു. കേട്ടോ, മാക്സിനൊക്കെ സെയിം ടൈപ്പ്, കുറച്ചുകൂടി വലുപ്പമുണ്ട് തോന്നുന്നു അല്ലേ? സെയിം. ഇതിനുള്ളൊരു ഗേറ്റ് എന്ന് പറയുന്ന ഇതുണ്ട്. ഇത് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇത് സ്കോപ്പായിട്ടും സിനോസ്കോപ്പായിട്ടും ചെയ്യാം, 35mm ആയിട്ടും ചെയ്യാം. അതിനായി ഈ ഗേറ്റ് ചേഞ്ച് ചെയ്തതാണ്. ഇതിലുള്ള അഡീഷണൽ ആയിട്ട് ഉണ്ടായിട്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പണ്ട് പറയും സിനിമ ആദ്യം കാണുന്നത് ക്യാമറാമാനാണെന്ന്. കാരണം ഡയറക്ടർ അടക്കം ഷോട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഷോട്ടിന് തൊട്ട് മുമ്പ് റിഹേഴ്സലൊക്കെ ചിലപ്പോൾ ഡയറക്ടർ നോക്കും ഫ്രെയിമിൽ കൂടെ എങ്ങനെയുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ക്യാമറാമാനാണ് ടേക്ക് കാണുന്നത്. ക്യാമറാമാനാണ്. ക്യാമറാമാൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മീതെ അപ്പീലില്ല, അത് ഓക്കെയാണ്. പിന്നെ അത് നമുക്ക് എഡിറ്റിംഗ് ടേബിളിലൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇതിന് ഈ വീഡിയോ ഔട്ട് എന്ന് പറയുന്ന ഒരു സാധനം വന്നു. അത് ഒരു വലിയ കണ്ടെത്തലാണ്. അതൊരു സംവിധായകർക്ക് വേണ്ടി ദൈവം കണ്ടുപിടിച്ചതാണ് വീഡിയോ ഔട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ തമാശയായിട്ട് പറയും. രണ്ട് കാര്യമാണ്. ക്യാമറാമാന് ഡയറക്ടറുടെ ഉപദ്രവം ഉണ്ടാവില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞ് വരില്ല. ഇതിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ട് വീഡിയോ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ TV മോണിറ്ററിൽ ക്യാമറാമാൻ എന്താണ് ക്യാമറയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഡയറക്ടർക്ക് കാണാം. അപ്പോൾ ഒരു ഷോട്ട് ഔട്ട് ഓഫ് ഫോക്കസ് ആയാലോ ഒക്കെ ഡയറക്ടർക്ക് മോണിറ്ററിൽ അറിയാം. അതുപോലെ തന്നെ ഫ്രെയിമിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും ഡയറക്ടർക്ക് മോണിറ്ററിൽ കാണാൻ പറ്റും. അതാണ് ഈ ക്യാമറയുടെ ഈ വ്യൂ ഫൈൻഡർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടെത്തൽ.